വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന കേസിൽ പ്രതികളെ 5 പോലീസുകാരെയും ഹൈക്കോടതി വെറുതെ വിട്ടു. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് തന്നെ ചേരുകയാണ്. സാലി, ഏത് അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ ഹൈക്കോടതി 5 പോലീസുകാരെ 5 പേരെയും വെറുതെ വിട്ടിരിക്കുന്നത്? ഗുരുതര വീഴ്ച പറ്റി CBIക്ക് എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. എന്താണ് വിവരങ്ങൾ? അതായത് നമുക്കറിയുന്ന പോലെ 2005 സെപ്റ്റംബറിൽ 27-നാണ് തിരുവനന്തപുരത്ത് ഫോർട്ട് സ്റ്റേഷനിൽ വെച്ച് ഈ ഉദയകുമാറിനെ പോലീസുകാർ ചേർന്ന് ഉരുട്ടി കൊലപ്പെടുത്തുന്നത്. ആ കേസിൽ ലോക്കൽ പോലീസും തുടർന്ന് ലോക്കപ്പ് മർദ്ദനമായതുകൊണ്ട് CBIയിലേക്ക് അന്വേഷണം പോയി. അതിൽ കേസിലാണ് ഇപ്പോൾ ഈ പ്രതി ചേർക്കപ്പെട്ട പോലീസുകാർക്ക് അനുകൂലമായ ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രതികൾ സമർപ്പിച്ച ഹർജിയിലാണ്. അതായത് പ്രതികളായ 5 പോലീസുകാരെയും ഹൈക്കോടതി വെറുതെ വിട്ടു. CBIക്ക് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച പറ്റി എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം 1ഉം 2ഉം പ്രതികളെ വധശിക്ഷയ്ക്ക് വിചാരണ കോടതി CBI കോടതി വിധിച്ചിരുന്നു. ആ വധശിക്ഷയും റദ്ദാക്കിയിട്ടുണ്ട്. അതായത് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു ഉത്തരവ് എന്ന് തന്നെ നമുക്കത് വിശേഷിപ്പിക്കേണ്ടി വരും. നമുക്കറിയുന്ന പോലെ തിരുവനന്തപുരത്ത് ആക്രിക്കടയിലെ ജോലിക്കാരനായിരുന്ന ഈ ഉദയകുമാറിനെ മോഷണക്കുറ്റം ആരോപിച്ചാണ് പോലീസ് ഒരു പാർക്കിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ലോക്കപ്പിലിട്ട് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് മർദ്ദിച്ച് ഉരുട്ടി കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ആ കേസ് തേച്ചു മായ്ച്ച് കളയാൻ SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ പക്ഷേ അന്വേഷണത്തിൽ CBIക്ക് വീഴ്ച പറ്റി എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പ്രതികൾക്കുള്ള ഒരു കനിവ് നൽകുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു കാരണം. അതായത് ഈ അന്വേഷണത്തിൽ കൃത്യതയോടെ അന്വേഷണം നടത്താനോ തെളിവുകൾ ഹാജരാക്കാനോ ഈ അന്വേഷണ ഏജൻസിയായിരുന്ന CBIക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് മേലുള്ള ശിക്ഷകൾ കോടതി റദ്ദാക്കുന്നു എന്നാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ വലിയ വിവാദമായൊരു കേസാണ്, രാഷ്ട്രീയമായ വിവാദമുണ്ടാക്കിയ ഒരു കേസ് കൂടിയാണ്. ആ കേസിൽ ഇപ്പോൾ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. 5 പ്രതികളെയും 5 പോലീസുകാരെയും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. സാലി, ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ വിവാദവും പ്രമാദവുമായ ഒരു കേസാണ്. ഇപ്പോൾ കേസിൽ 1-ാം പ്രതി 1, 2, 3 പ്രതികളുടെ വധശിക്ഷയാണല്ലോ റദ്ദാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ 2 പേർ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന അജിത് കുമാർ, ഒപ്പം തന്നെ വിരമിച്ച് EK സാബു എന്നിവർക്ക് 3 വർഷം തടവും 5000 രൂപ പിഴയും വിധിച്ചിരുന്നു. മാത്രമല്ല ഈ ഉദയകുമാറിൻ്റെ അമ്മയ്ക്ക് 4 ലക്ഷം രൂപ പിഴ അടയ്ക്കാനും വിധിക്കുകയും ചെയ്തിരുന്നു. ഈ കേസുകളിൽ ഇത് ഇപ്പോൾ നിലവിൽ ഈ വിധി വരുമ്പോൾ ഒരുപക്ഷെ ഇവരെ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്ത് ചിലരെ സർവീസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഈ വിധി വരുമ്പോൾ തിരിച്ച് സർവീസിലേക്ക് ചിലർക്കെങ്കിലും സർവീസിൽ പ്രവേശിക്കാനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ്? സ്വാഭാവികമായും അത് സംഭവിക്കും. അവർ ഉണ്ടെങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് തിരികെ സർവീസിൽ പ്രവേശിക്കാവുന്നതാണ്. അതിൽ പലരും റിട്ടയർ ചെയ്ത് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 1-2 പ്രതിപട്ടികയിലുണ്ടായിരുന്ന 2-2 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ സർവീസിൽ അവശേഷിക്കുമായിരുന്നുള്ളൂ. ഇപ്പോൾ അവർ ഈ കേസിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്ക് തിരിച്ച് ജോലിയിൽ കയറാം. അല്ലെങ്കിൽ CBIയോ മറ്റേതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട ഉദയകുമാറിൻ്റെ ബന്ധുക്കളോ കോടതിയെ സമീപിച്ച് ഒരു അപ്പീലുമായി കോടതിയെ സമീപിച്ചതിൽ വ്യത്യസ്തമൊരു വിധി ഉണ്ടാകാത്ത പശ്ചാത്തലം വന്നാൽ മാത്രമേ ഇവർക്ക് ഇനി വീണ്ടും ഈ പ്രതിസന്ധിയിലേക്ക് വരികയുള്ളൂ. ഇപ്പോൾ ഈ പ്രതി ചേർക്കപ്പെട്ട പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശ്വാസകരമാണ് ഈ ഉത്തരവ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവർക്ക് 2 പ്രതികളുടെ വധശിക്ഷ ഉൾപ്പെടെ റദ്ദാക്കി. ഒപ്പം പ്രതികളെയെല്ലാം വെറുതെ വിടുകയും 5 പ്രതികളെയും വെറുതെ വിടുകയും ചെയ്തു എന്നുള്ളതാണ് സാഹചര്യം. സാലി, ഏതായാലും ഇപ്പോൾ നിലവിൽ നമുക്കറിയാം അന്നത്തെ സാഹചര്യത്തിൽ സർക്കാർ തന്നെ എടുത്ത നടപടികൾ പിന്നാലെ ഹൈക്കോടതി തന്നെ ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷ എത്രത്തോളം ഗൗരവമർഹിക്കുന്നു. 2-3 പേർക്ക് വധശിക്ഷ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവതരമായ വിഷയം നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതിലേറ്റവും ഗുരുതരമെന്ന് പറയുന്നത് അന്നത്തെ IPS റാങ്കിലുള്ള SP അടക്കമുള്ള ഉദ്യോഗസ്ഥന് ഈ തെളിവുകൾ നശിപ്പിക്കുന്നതിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ള നിരീക്ഷണങ്ങൾ കൂടി ഉണ്ടാവുകയും ചെയ്തു. ഒരുപക്ഷെ കേരള പോലീസിനെ വല്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധിയിൽ കൊണ്ടുപോയൊരു കേസ് കേരള പോലീസ് കൃത്യമായി അന്വേഷിച്ച് വരുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സർക്കാർ ആ നടപടി എടുക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് CBI കേസ് ഏൽപ്പിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് പറയുമ്പോൾ ആ CBIക്ക് പറ്റിയ പിഴവ് കൊണ്ട് ഇവർ രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു അനീതി എന്ന് തന്നെ പറയേണ്ടിയും വരുന്നു.
കാരണം ഒരു കൊല്ലപ്പെട്ട ഉദയകുമാറിൻ്റെ അമ്മയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഉദയകുമാറിന് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഹൈക്കോടതി വിധിയാണ്, അത് നടപ്പിലാക്കിയേ പറ്റൂ. ഏതായാലും വളരെ ഗൂഢാലോചന നടത്തിയ ഒരു കുറ്റകൃത്യം എന്നത് അന്വേഷണത്തിൽ CBI കണ്ടെത്തിയിരുന്നുള്ള ഒരു വസ്തുതയാണ്. പക്ഷേ അതിനാസ്പദമായ തെളിവുകൾ, അത് തെളിയിക്കുന്നതിനാവശ്യമായ വിവരങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ CBIക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അന്ന് CBI കണ്ടെത്തിയ ചില കാര്യങ്ങളിൽ ആ സ്റ്റേഷനിൽ അന്നുണ്ടായിരുന്നൊരു വനിതാ ഹെഡ് കോൺസ്റ്റബിൾ അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമായി ഈ പ്രതികൾ മൊഴി മാറ്റിച്ചു, വ്യാജ മഹസറുണ്ടാക്കി, വ്യാജ തെളിവുകളുണ്ടാക്കി എന്നതൊക്കെ അക്കമിട്ട് എണ്ണി CBI ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI കോടതി പ്രതികളെ വധശിക്ഷയ്ക്ക് അടക്കം വിധിച്ചത്. പക്ഷേ അത് കൺവിൻസിങ് അല്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് ഇവർക്ക് ആനുകൂല്യം നൽകണം എന്ന് തന്നെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് കോടതി ഉത്തരവിൻ്റെ പൂർണ്ണ ഭാഗമെന്നതും കോടതി എന്തൊക്കെ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ടോ എന്നുള്ളതും ഉത്തരവിൻ്റെ പകർപ്പ് കിട്ടിയാൽ മാത്രമേ പറയാൻ കഴിയൂ. ഏതായാലും ഇതൊരു രാഷ്ട്രീയമായി വലിയ വിവാദമുണ്ടാക്കിയ ഒരു സംഭവമാണ്, വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ടായൊരു സംഭവമാണ്. ഒരു ആക്രി ജീവനക്കടക്കാരിലെ ഒരു സാധാരണക്കാരനെ, പാവപ്പെട്ടവനായ ഒരു ജീവനക്കാരനെ അവൻ ഒരു പാർക്കിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ആൾ മാറിയെന്ന് മനസ്സിലാകാതെ ഭീകരമായി മർദ്ദിച്ച് ഉരുട്ടി കൊലപ്പെടുത്തി. അതിനുശേഷം ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, വഴിയിൽ വീണ് കിടക്കുകയായിരുന്നു, അങ്ങനെയാണ് തങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചത് എന്ന് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ തെളിവുകളുണ്ടാക്കി. അപ്പം അടിമുടി ദുരൂഹതയും ഗുരുതരമായ കുറ്റകൃത്യത്തിന് വേണ്ടിയുള്ള ഗൂഢാലോചനയും ഒക്കെ ചേർന്ന ഒരു ക്രൈമായിരുന്നു ഇത് അന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അത് CBIയുടെ ഒരു വീഴ്ചയാണ്, മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നമല്ല. CBIയുടെ ഒരു വീഴ്ച ഇതിനകത്ത് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. പ്രതികളെ രക്ഷിക്കാൻ CBI ഏതെങ്കിലും തരത്തിൽ ബോധപൂർവം നടത്തിയതാണോ അതോ തെളിവുകൾ സമാഹരിക്കുന്നതിൽ അവർക്കുണ്ടായ വീഴ്ച സാങ്കേതികമായി സംഭവിച്ചതാണോ എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഇതിൽ നടക്കുന്ന വിവാദങ്ങളിലും ചർച്ചകളിലും മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയൂ. ഒപ്പം അതിൻ്റെ കോടതി ഉത്തരവിൻ്റെ പകർപ്പ് ലഭിക്കണം. കോടതി എന്ത് വിലയിരുത്തിയിട്ടാണ് പ്രതികൾക്ക് കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നൽകിയത് എന്നത് മനസ്സിലാക്കണം. ഏതായാലും ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. ശരി, സാലി മുഹമ്മദാണ് തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ ഉദയകുമാർ ഉരുട്ടിക്കൊല കേസിലെ 5 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു. ഗുരുതരമായ വീഴ്ച CBIക്ക് പറ്റിയിട്ടുണ്ടെന്നും ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നു.